56 രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ കിട്ടിയിട്ട് ഇന്ന് 4 രാജ്യങ്ങളെ ബാക്കിയുള്ളൂ. 52 രാജ്യങ്ങളും പോയി. ആ കമ്മ്യൂണിസം നശിച്ച രാജ്യങ്ങളിലേക്ക് നോക്കൂ. ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളായിട്ട് തകർന്ന് നാമാവിശേഷമായ രാജ്യങ്ങളായിട്ട് അവ മാറി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റഷ്യ. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ ഓർത്ത് 24 മണിക്കൂറിനകം ഉക്രൈൻ തീർന്നു പോകും. ഇപ്പൊ എത്ര നാളായി? ആരാ തീർന്നുകൊണ്ടിരിക്കുന്നത്? റഷ്യയാണ് തീരുന്നത്. ഉക്രൈൻ ഇപ്പോഴും ശക്തമാണ് എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന പഴയ പേരിൽ അറിയപ്പെട്ട, ഇന്ന് റഷ്യ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവശിഷ്ടത്തിന് നിസാര രാജ്യമായ, ചെറു രാജ്യമായ ഉക്രൈനോട് പോലും യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ കഴിയുന്നില്ല. അവര് സാമ്പത്തികമായി തകർന്നു, സൈനികമായി തകർന്നു, ഭരണപരമായിട്ടും തകർന്നു. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസത്തിന്റെ ബാക്കി പത്രം. ഈ ഒരു ദുരവസ്ഥ കേരളത്തിൽ നമ്മൾക്ക് വരയണമോ എന്ന് കേരളത്തിലെ സഖാക്കന്മാരടക്കമുള്ള ആൾക്കാർ ചിന്തിക്കും. ഇന്ന് കേരളത്തിലെ സഖാക്കന്മാര് ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതോടുകൂടി തന്നെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും സജി ചെറിയാനെ പോലെയുള്ളവരുടെ രാജ്യവിരുദ്ധ നിലപാടുകൾക്കെതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, വഖഫ് മറുവശത്ത് കത്തുമ്പോൾ, സഖാക്കന്മാരടക്കമുള്ള ഹിന്ദുക്കളുടെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും ഇതിനൊക്കെ കുടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അന്ത്യം കൊതിക്കുന്നവരായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അകത്ത് നിൽക്കുന്നതും പുറത്തു നിൽക്കുന്ന അനുഭാവികളിൽ മഹാഭൂരിപക്ഷം പേരും. ചുരുക്കി പറഞ്ഞാൽ, സജി ചെറിയാനെ സംരക്ഷിക്കാൻ വേണ്ടി CPM എന്ന് പറയുന്ന പാർട്ടിയും ഭരണകൂടവും എടുക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും മന്ത്രിസഭയെയും സർവനാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. സർ, നമ്മൾക്കറിയാം ഭരണഘടനയെയും നമ്മുടെ രാജ്യത്തെ, നമ്മളൊക്കെ പെറ്റമ്മയേക്കാൾ, അതല്ലെങ്കിൽ നമ്മുടെ ഭാരതാംബ എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മുടെ ഭാരതത്തെ കാണുന്നത്. ഒരു അമ്മയെ പോലെ തന്നെ കാണുന്നു. അത്തരത്തിൽ കാണാത്ത ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർക്ക് പുറമെ. നമ്മൾക്കറിയാം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ ലഘൂകരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇസ്ലാമിക ഭീകരർ എന്ന് മറ്റൊരു ഭാഷയിലും പറയാം. ഇത്തരത്തിൽ ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി കൂടി ആവാമല്ലോ ഇദ്ദേഹത്തിന്റെയും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇപ്പോഴത്തെ മത്സരം കാണുമ്പോൾ നമ്മൾക്ക് പറയാനാവുക. ഈ ഒരു മത്സരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തിനാണ് സർ ഇത്തരത്തിൽ ഈ ജിഹാദികളെ സുഖിപ്പിക്കുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയമാണെങ്കിൽ നമുക്ക് അങ്ങനെ ആണെങ്കിൽ പോലും പറയാം. എന്നിരുന്നാലും ഈ സുഖിപ്പീര് തന്നെയല്ലേ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് കൂടി പറയാൻ പറ്റില്ലേ? അതായത് ജനാധിപത്യത്തെയും വോട്ടെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെയും പാടെ തിരസ്കരിച്ച ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. പക്ഷെ ഭാരതത്തിൽ നിലനിൽക്കണമെങ്കിൽ അവർക്ക് MLA വേണം, MP വേണം. MP കാലം കഴിഞ്ഞു. ഇനി MLA വെച്ചുകൊണ്ട് അവശേഷിക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ നിലനിർത്തണമെങ്കിൽ MLA എണ്ണം നിലനിൽക്കണം. പക്ഷേ MLA ഹൈന്ദവ ക്രൈസ്തവ മേഖലകളിൽ കുറഞ്ഞു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ഇപ്പോൾ കേരളത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും എവിടെയാണോ ഏറ്റവും കൂടുതലുള്ളത് ആ പ്രദേശങ്ങളിൽ മാത്രമാണ് CPIM-ന് MLA ഉള്ളത്. ഹിന്ദുക്കൾ മാത്രമുള്ള, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമുള്ള, അഥവാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെ ഒന്നിച്ച് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്തും CPIM-ന് ഒരു MLA പോലും ഇല്ല. അപ്പോൾ CPIM-ന്റെ ഇന്നത്തെ MLA ബലം ഇതേപോലെ തന്നെ രാജ്യവിരുദ്ധ നിലപാടെടുത്തിരിക്കുന്ന മുസ്ലിങ്ങളുള്ള ബലമാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയതയില്ല, മുസ്ലിങ്ങൾക്കും ദേശീയതയില്ല. മുസ്ലിങ്ങളുടെ ദേശീയത അന്താരാഷ്ട്ര ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വരിക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയത അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലവിൽ വരിക. ദേശീയതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അപ്പൊ ദേശീയതയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന രണ്ട് ശക്തികൾ, കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ മുസ്ലിങ്ങളും, അവര് തമ്മിലുള്ള സഖ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രമാണ് ഇന്ന് CPM-ന്റെ സഖാക്കന്മാര് MLA ആയി MP ആയി ജയിച്ചു വരുന്നത്. ഇത് കേരളീയ സമൂഹത്തിൽ വളരെ വ്യക്തമായ വേർതിരിവുണ്ടാക്കും. അതുകൊണ്ട് ഒരു വശത്ത് ദേശവിരുദ്ധരായ, ദേശീയതയെ അംഗീകരിക്കാത്ത രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ, ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും, മറുവശത്ത് ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾക്കും വിരുദ്ധമായി നിൽക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ ജനാധിപത്യ കൂട്ടുകെട്ടും ഉരുത്തിരിയാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, രണ്ടാം വിമോചന സമരത്തിലേക്കുള്ള വഴിതെളിക്കുകയാണ് ഇത്തരം മണ്ടൻ തീരുമാനങ്ങളിലൂടെ, രാജ്യവിരുദ്ധമായ നിലപാടിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ സാർ, നമ്മൾ വിട്ടുപോയിട്ടുള്ള വല്ല ഭാഗങ്ങളും? ഇവിടെ അടുത്ത ദിവസങ്ങളിൽ ഭരണഘടന എന്നുള്ളത് തിരിച്ചടിക്കാൻ പോവാണ്.
ഇത്രയും കാലം ഭരണഘടനയെ കുറിച്ച് ആരാ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസ്സുകാര്. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നത് എന്തിനാണ്? ഇതാ ഹിന്ദുത്വ ശക്തികൾ ഭരണഘടനയെ അട്ടിമറിക്കുന്നു. അട്ടിമറിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ബോധ്യമായില്ലേ മുനമ്പം വന്നപ്പോ, വഖഫ് വന്നപ്പോ. നേരത്തെ തന്നെ 1995-ലും 2013-ലും അടിയന്തരാവസ്ഥ കാലത്തും ഭരണഘടനയെ അട്ടിമറിച്ച് ഉണ്ടാക്കി വെച്ച തികച്ചും രാജ്യവിരുദ്ധമായ നിയമങ്ങളെയാണ് ഇന്ന് BJP ഭരണകൂടം തിരുത്താൻ പോകുന്നത്, ഭരണഘടന തിരുത്താൻ പോകുന്നത്. അപ്പോൾ ആ ഭരണഘടന തിരുത്താൻ പാടില്ല എന്നും അടിയന്തരാവസ്ഥ കാലത്ത് നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ തിരുത്തലുകളും 2013-ലും 1995-ലും തിരുത്തൽ വരുത്തി അടിച്ചു കയറ്റിയ ഇസ്ലാമിക നിയമങ്ങളും, അതായത് അവരുടെ ശരീഅത്ത് നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ അധികാരം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒരു വശത്ത്, മറുവശത്ത് ബാക്കി ജനാധിപത്യ മതേതര വിശ്വാസികളും ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും, അതായത് കോൺഗ്രസ്സുകാരും CPM ഇന്ന് മുസ്ലിമിന്റെ കൂടെ കൂടുമ്പോൾ കോൺഗ്രസും CPM-ഉം അതിനകത്തുള്ള ദേശീയ ചിന്താഗതികളുള്ളവർ കമ്മ്യൂണിസത്തിൽ നിന്ന് പുറത്തു വരും, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരും. അവരും ഇവിടുത്തെ ദേശീയ ജനാധിപത്യ സഖ്യവും നേതൃത്വം നൽകുന്ന BJP-യും കൂടി ഭരണഘടനയുടെ യഥാർത്ഥ സത്ത തിരിച്ചു കൊണ്ടുവരും. അതിനാവശ്യമായ തിരുത്തലുകൾ ഭരണഘടനയിൽ ഉണ്ടാവും. ഭരണഘടനയിൽ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വരുത്തിയ, അതിൽ കുത്തിച്ചെലുത്തിയ മാലിന്യങ്ങൾ മുഴുവൻ കഴുകിക്കളയുന്ന ദൗത്യമാണ് ഇന്ന് BJP ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ നിലപാടെടുക്കുന്ന ഇടത് വലത് മുന്നണികളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ദേശീയതയിൽ ആഗ്രഹിക്കുന്ന, അഭിമാനിക്കുന്ന, അഭിരമിക്കുന്ന മുഴുവൻ നല്ല കോൺഗ്രസ്സുകാരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ചേരുന്ന കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോകുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വമ്പൻ ഒഴുക്കായിരിക്കും നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുക. അതുകൊണ്ട് ദേശീയതയും ദേശവിരുദ്ധരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഭാരതം ഒപ്പം കേരളം മാറുകയാണ് എന്നാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കിട്ടാനില്ല എന്ന് പോലീസ് കൊടുത്ത റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ ലോകത്താകമാനമുള്ള മലയാളികളായിക്കോട്ടെ, ഇനി ഭാരതീയർ ഒന്നടങ്കമായിക്കോട്ടെ, എല്ലാവരും കണ്ടതാണ് ചാനലുകളിലൂടെ കൃത്യമായിട്ടും ഇയാൾ ഭരണഘടനയെ പരിഹസിക്കുന്നതും അപഹസിക്കുന്നതും ചവിട്ടിമതിക്കുന്നത്. എന്നിട്ടും നമ്മുടെ കേരള പോലീസിനെ വെച്ചുകൊണ്ട് പിണറായി വിജയൻ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പ്രകാരം കോടതിയിൽ നിന്ന് ഓർഡർ വരുന്നു. അപ്പോൾ എത്രത്തോളമാണ് ഇവിടെ ഈ പറയുന്ന രാജ്യത്തെ, നമ്മുടെ ഭരണഘടനയെ പോലും അപഹസിച്ചുകൊണ്ട് ഇവിടെ അട്ടിമറികൾ സൃഷ്ടിക്കുന്നത് കോടതികളെ ഉപയോഗിച്ചുകൊണ്ടും പോലീസിനെ എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പറയുന്ന സജി ചെറിയാൻ രണ്ടാമത് ക്ലീൻ ചിറ്റ് നേടിയതിനു ശേഷം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്ന സമയത്ത് നമ്മുടെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയോട് അതിലുള്ള അതൃപ്തി രേഖപ്പെടുത്തി എന്നുള്ളതൊക്കെ നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഏതൊരു കാലത്താണെങ്കിലും, കാലം കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും കാലം സത്യം തെളിയിക്കപ്പെടാതെ എവിടെയും പോവില്ല എന്നുള്ളത് തന്നെ ആ രീതിയിൽ തന്നെ ഈ പറയുന്ന സജി ചെറിയാൻ 3 വർഷത്തിലധികം വരുന്ന ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. അത് സുപ്രീം കോടതിയിലായി പോയാൽ പോലും നേടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ ഇവിടെ മാന്യ പ്രേക്ഷകരുമായി പങ്കുവെച്ചു എന്ന വിശ്വാസത്തോടു കൂടി തന്നെ തൽക്കാലം ഈ സെഷൻ ഇവിടെ ജയസൂര്യൻ സാറിന്റെ പെർമിഷനോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.